ഭാരത കത്തോലിക്ക സഭയുടെ മെത്രാൻ സമിതിയുടെ അധ്യക്ഷൻ, KCBCയുടെ അധ്യക്ഷൻ, മലങ്കര കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ്, കർദിനാൾ എന്നീ നിലകളിൽ സഭാ ശുശ്രൂഷകളിലും പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ള നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിൽ അംഗം എന്ന നിലയിൽ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിലും ധീരമായ നേതൃത്വം നൽകി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഏവർക്കും സുപരിചിതനായ അഭിവന്ദ്യ ബസേലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാവയാണ് ഇന്ന് നമ്മോടൊപ്പം ഇടയ ശബ്ദത്തിലുള്ളത്. ഏറ്റവും സ്നേഹത്തോടെ പിതാവിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്വർഗാരോഹണ തിരുനാളും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനവും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജീവിതം നൽകുന്ന ആ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ, ആ പരിശുദ്ധിയുടെ ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പിതാവിൻ്റെ കാഴ്ചപ്പാടെന്താണ്? പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ച ഒരു ദൈവവിളി, ആ ദൈവവിളിയെ അമ്മ എങ്ങനെ കണ്ടു? ആ ദൈവവിളി ജീവിക്കാനുണ്ടായ കടുത്ത പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങളിൽ അമ്മ പതറാതെ എങ്ങനെ നിന്നു? തൻ്റെ മകൻ്റെ മരണം പോലും കണ്ണുകൊണ്ട് കാണാൻ വിധിക്കപ്പെട്ട ഒരമ്മ, നിരാലംബയായ ഒരമ്മ, മടിയിൽ കിടത്തി മകൻ്റെ മൃതമായ ശരീരം താലോലിക്കുന്ന ഒരമ്മയെപ്പോലെ കന്യകമറിയം നിൽക്കുന്നു. അപ്പോൾ കന്യകമറിയത്തെ ഇവിടെയെല്ലാം കാണുന്നത് ഒന്നും ചെയ്യാനാവാത്ത ഒരു പാവപ്പെട്ട സ്ത്രീയുടെ ജീവിതകഥ. മാതാവും അവളെ അറിയുന്ന എല്ലാവരും ദൂരെ നിന്നിരുന്നു എന്നാണ് കുരിശിൻ ചുവട്ടിലെ സംഭവത്തെക്കുറിച്ച് സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുക. എന്നാൽ വിളിയിൽ ഉറച്ചു നിന്ന ഈ പരിശുദ്ധ കന്യകമറിയം, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം അതെന്തോ അതെന്നിൽ നടക്കട്ടെ, ഞാനിതാ സമർപ്പിക്കുന്നു എന്ന് ഗബ്രിയേൽ മാലാഖയോട് പറഞ്ഞ അമ്മ. അതിനു മുമ്പൊരു ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ല. അത് ചോദിക്കാത്ത അമ്മയല്ല ദൈവമാതാവ്. ചോദിച്ചപ്പോൾ മറുപടി കൃത്യമായി കിട്ടി. പരിശുദ്ധാത്മാവാണ് നിന്നിലേക്ക് വരുന്നത്. പിന്നീട് അമ്മയ്ക്ക് സംശയമില്ല, ഞാൻ കർത്താവിൻ്റെ ദാസിയാണ്, നിൻ്റെ ഇഷ്ടമാണ് വലുത്, അതുപോലെ നടക്കട്ടെ. അമ്മയുടെ മകൻ ശിഷ്യന്മാരെ പിന്നീട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോഴത്തും അങ്ങനെ തന്നെയാണ്. നിൻ്റെ രാജ്യം വരണം, നിൻ്റെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. അപ്പോൾ അതിനു മുമ്പ് അമ്മ പറഞ്ഞു, നിൻ്റെ ഇഷ്ടം, ഇതാ ഞാൻ ദാസി. അപ്പോൾ സ്വർഗത്തിൻ്റെ പദ്ധതിയിൽ പരിശുദ്ധ അമ്മ പറഞ്ഞു, മകൻ പറയുന്നത് പോലെ ചെയ്തുകൊള്ളുക. കനായിൽ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ മകൻ പറഞ്ഞതിൻ്റെ കാര്യം ആവർത്തിക്കുക മാത്രമല്ല, സ്വർഗത്തിൻ്റെ പദ്ധതി എന്താണ്, പ്രാർത്ഥന എന്താണെന്ന് മകൻ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് പോലും സ്വർഗത്തെ അറിയിച്ച അമ്മയാണ്. അപ്പോൾ ഈ അമ്മ ഒരു നിരാലംബയായ സ്ത്രീയായി കുരിശിൻ ചുവട്ടിൽ മാതാവ് മകനെ മടിയിൽ കിടത്തി ഇങ്ങനെ നോക്കി നിൽക്കുന്ന അത്ഭുതകരമായിട്ടുള്ള ആ ഒരു ചിത്രം, ദയനീയമായ ഒരു ചിത്രം. ഒരമ്മയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും? 33 വയസ്സുള്ള ഏകപുത്രൻ ദൈവപുത്രനാണെന്നറിയാവുന്ന അമ്മ, മറ്റു പലർക്കും അറിഞ്ഞുകൂടാ, അമ്മയ്ക്കറിയാം, നിസ്സഹായമായിട്ട് കിടക്കും. അപ്പോൾ ദൈവവിളിക്ക് ഉത്തരം കൊടുത്ത ഈ അമ്മയ്ക്കുണ്ടാകുന്ന വലിയ ഒരു മാറ്റത്തിൻ്റെ ഭാവമാണ് ഈ അമ്മയെ മറ്റാർക്കും ലഭിക്കാത്തതുപോലെയുള്ള ഒരു മഹത്വത്തിൻ്റെ പാതയിലേക്ക് ദൈവം ഉയർത്തുക. മാതാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. സ്വർഗാരോപണ തിരുനാൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി അമ്മയെ സ്വർഗം ഉടിധരിപ്പിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ എല്ലാം അർത്ഥം, ദൈവത്തിന് സമ്പൂർണമായി സമർപ്പിച്ചപ്പോൾ ഒരു മഹത്വത്തിലേക്കുള്ള ഒരു വഴി തുറന്നു. ഇനി ആ വഴി തുറന്നത് മാത്രമല്ല, മഹത്വം കാണുന്നതിനിടയാക്കിയത് ഈ വഴിയിൽ കണ്ട
പ്രതികൂല സാഹചര്യങ്ങളൊന്നും ഈ അമ്മയെ ആദ്യം പറഞ്ഞ ആ സമ്മതത്തിൽ നിന്ന് പിന്മാറ്റി. മരണത്തിന് പോലും പൗലോസ് അപ്പോസ്തലൻ പറയുന്നില്ലേ, എൻ്റെ കയ്യിലെ ചങ്ങലയ്ക്ക് പോലും, മരണത്തിനും വാളിനും പട്ടിണിക്കും ഒന്നിനും കർത്താവായ യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ സാധിക്കില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതിന് മുൻപ് അമ്മ സ്ഥാപിച്ചു വെച്ചു, കുരിശിലെ മരണത്തിന് പോലും ഞാൻ പറഞ്ഞ വാക്കിൽ നിന്ന് എന്നെ മാറ്റാൻ കഴിയില്ല. ആയതിനാൽ ഈ അമ്മ നമുക്ക് പാഠം തരുന്നുണ്ടോ? തരുന്നുണ്ട്. അതായത് നമുക്ക് ലഭിക്കുന്ന വിളി അനുസരിച്ച് നമ്മൾ പ്രതികൂല സാഹചര്യങ്ങളെ എല്ലാം അതിജീവിച്ച് ദൈവത്തോട് ചേർന്ന് ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കാവുന്ന മഹത്വത്തെക്കുറിച്ചുള്ള സൂചനാപരമായ അറിയിപ്പും കാഴ്ചയുമാണ് പരിശുദ്ധ അമ്മയുടെ ഈ ഒരു പെരുന്നാൾ നൽകുന്ന സന്ദേശം. അത് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു വിളിയാണ്, വിശുദ്ധിയിലേക്കുള്ള വിളിയാണ്, വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കുന്ന മഹത്വത്തിൻ്റെ ഒരു നേർക്കാഴ്ചയാണ്. അമ്മ നമ്മളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ മാതൃരാജ്യമായ ഈ ഭാരതത്തിന് വേണ്ടിയും സ്വാതന്ത്ര്യത്തിലേക്കും വിശുദ്ധിയിലേക്കും ദൈവമഹത്വം കാണുന്നതിനുള്ള അടയാളമായി എന്നും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടി ഈ വിഷയം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. അമ്മയുടെ പ്രാർത്ഥന നമ്മുടെ ദേശത്തിനും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ ശുശ്രൂഷകൾക്കും ഏറ്റവും ആവശ്യമായ ഒരു കാലയളവാണിത്. സമാധാനത്തിൻ്റെ രാജ്ഞി, തമ്പുരാനെ പെറ്റ അമ്മേ, ഉഷകാല നക്ഷത്രമേ, ക്രിസ്ത്യാനികളുടെ സഹായമേ, മാലാഖമാരുടെ രാജ്ഞി എന്നൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അമ്മയെ, സ്വർഗാരോപിതയായ മാതാവേ എന്ന് വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഈ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് കുറച്ചുകൂടി ഒരു സ്വീകാര്യത കിട്ടുന്ന ഒരു സാമൂഹിക അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളതെന്ന് തോന്നുന്നു. ഒരു ഇൻഡിവിജ്വൽ ഫ്രീഡം, അത് എനിക്ക് തോന്നുന്നത് കുറച്ചൊരു അമേരിക്കൻ ഒരു കോൺസെപ്റ്റ് ആണെന്ന് തോന്നുന്നു. അതിന് കൂടുതൽ സ്വീകാര്യത ഇപ്പോൾ നമ്മുടെ ഒരു സാംസ്കാരിക അന്തരീക്ഷത്തിൽ കിട്ടുന്നുണ്ട്. അപ്പം ഇത് നമ്മുടെ പുരോഹിതരുടെ സന്യസ്തരുടെ ഇടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് പിതാവിന് അനുഭവപ്പെടാൻ, ഒരു കൂടുതൽ വ്യക്തി സ്വാതന്ത്ര്യം ആവശ്യപ്പെടുമ്പോൾ അനുസരണവും വിധേയത്വവും ഒക്കെ കുറയുന്നത് പോലെ അത്തരത്തിലൊരു പ്രശ്നം അനുഭവപ്പെടുന്നുണ്ടോ? ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ചെറിയ ഒരു വേർഷൻ ഉണ്ടായി വരുന്നതാണ് ഈ വ്യക്തി സ്വാതന്ത്ര്യം. വ്യക്തിക്കാണല്ലോ സ്വാതന്ത്ര്യം, വസ്തുക്കൾക്കല്ലല്ലോ, വ്യക്തിക്കാണ് സ്വാതന്ത്ര്യം. എന്നാൽ ഈ വ്യക്തി ഒരു ഒറ്റപ്പെട്ട യാഥാർത്ഥ്യമായി കരുതുമ്പോഴാണ് ഇവിടെ സ്വാർത്ഥത വരുന്നത്. ഈ വ്യക്തി ഒരു കുടുംബത്തിൻ്റെ, ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും ഭാഗമാണ്, ഒരു കുടുംബ ബന്ധത്തിൻ്റെ ഭാഗമാണ്, ഒരു വിശ്വാസ കുടുംബത്തിൻ്റെ ഭാഗമാണ്, ഒരു ദേശത്തിൻ്റെ ഭാഗമാണ്, ഒരു രാജ്യത്തിൻ്റെ ഭാഗമാണ്, ഞാനുമായി ബന്ധപ്പെട്ട അനേകം ജീവിത യാഥാർത്ഥ്യങ്ങളുടെ ഭാഗമാണ് എന്ന് കരുതുമ്പോൾ എനിക്ക് അനേകരെക്കുറിച്ച് ഓർക്കാനുണ്ട്. ഞാനൊരു കാര്യം പറയുമ്പോൾ അനേകരെക്കുറിച്ച് ഓർക്കുന്നത് എൻ്റെ ബലഹീനതയല്ല, അതെൻ്റെ ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്. ഞാൻ ആരെയും കുറിച്ച് ഓർക്കാതെ ഞാൻ സ്വാർത്ഥനായി പറയുന്നതും പെരുമാറുന്നതുമാണ് എൻ്റെ ഏറ്റവും വലിയ ദുർബല അവസ്ഥ, ദൗർബല്യം. അപ്പോൾ ഇത് വൈദിക ജീവിതത്തെയും സന്യാസ ജീവിതത്തെയും സ്വാധീനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചത് അർത്ഥവത്തായ ചോദ്യമാണ്. മറ്റുള്ളവരെ മറക്കുന്ന ഏതെങ്കിലും ഘടകം ഈ പറയുന്ന വിഭാഗങ്ങൾ കാണുന്നുണ്ടോ എങ്കിൽ അത് അർത്ഥമാണ്. അതായത് മാറി നിൽക്കുന്നു. നമുക്ക് അങ്ങനെ ഒരു പേഴ്സണൽ ഫ്രീഡം ഈ ശുശ്രൂഷ സംവിധാനത്തിന് എത്രമാത്രം നമുക്ക് എടുക്കാൻ കഴിയും? സമയമെല്ലാം ഒരു വ്യക്തിയുടേതല്ലേ? പക്ഷേ ഈ സമയം എങ്ങനെയാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്? ഫ്രീഡം മാത്രമല്ലല്ലോ, ടൈമും പേഴ്സണലാണ്. ബട്ട് കാൻ യു ഷെയർ യുവർ ടൈം വിത്ത് അതേഴ്സ്? മറ്റുള്ളവരുമായി സമയം പങ്കുവയ്ക്കാൻ കഴിയുമോ? എങ്കിൽ ഈ പറയുന്ന ഈ കോൺസെപ്റ്റ് ഇൻഡിവിജ്വൽ പേഴ്സണൽ ഫ്രീഡം എന്ന് പറയുന്നതും നമ്മൾ എന്തിനെ പ്രതിനിധാനം ചെയ്ത് ജീവിക്കുന്നോ അതുമായി ബന്ധപ്പെട്ടാണ്.
പ്രത്യേകിച്ച് നമ്മുടെ വൈദിക സന്യസ്ത ജീവിതത്തിൽ ഇത് ബന്ധപ്പെടുത്തുമ്പോൾ അതിൻ്റെ ദുരുപയോഗം നമ്മെ അതിൻ്റെ എല്ലാ അവസ്ഥയിലുള്ളവർക്കും അവരെ ഈ ദുരവസ്ഥയിലേക്ക് ഇതിനെ കൊണ്ടുപോകും. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ സംസാരിക്കുകയും കാണുകയും ചെയ്യേണ്ടുന്ന ഒരു തലമാണ് ഈ പേഴ്സണൽ ഫ്രീഡം എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്. പിതാവേ, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഒരു എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ അല്ലെങ്കിൽ ഒരു അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്നതായിട്ട് പിതാവിന് തോന്നിയിട്ടുണ്ടോ? പിതാവ് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ള നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിൽ അംഗമെന്ന നിലയിൽ ഇത്തരം വിഷയങ്ങൾ ചിന്തിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നയാളാണല്ലോ. അത്തരത്തിലൊരു വിഷയം ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നതായിട്ട് പിതാവിന് തോന്നിയിട്ടുണ്ടോ? അതായത് ഒരു അരക്ഷിതാവസ്ഥ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇനിയും പൂർണ്ണമായി വ്യക്തമല്ല. ഇവിടെ നാം ജീവിച്ചു വന്നിട്ടുള്ള ഒരു സംസ്കാരം, ഒരു സാഹചര്യം, ഇവിടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം, അതൊക്കെ പൊടുന്നനവെ മാറ്റിമറിക്കാനുള്ള ഒരു ചെറിയ വിഭാഗം ആളുകളുടെ ഒരു ആലോചന അല്ലെങ്കിൽ ഒരു സംഘടിതമായ ശ്രമം എന്നൊക്കെ പൊതുസമൂഹം അതിനെ വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ ഭാരതത്തിലെ ഇവിടുത്തെ മഹാഭൂരിപക്ഷം ആളുകൾ ഹൈന്ദവ വിശ്വാസത്തിൽ ജീവിക്കുന്നവരാണ്. അവരുടെ ഞാൻ എല്ലായ്പ്പോഴും എവിടെയും ബഹുമാനത്തോടു കൂടി ഓർക്കുന്ന കാര്യം അവരുടെ മഹാമനസ്കതയും അവരുടെ ആതിഥ്യ മര്യാദയും അവരുടെ സംസ്കാരത്തിൻ്റെ ഒരു ആധികാരികതയും എല്ലാം അതിപ്പോഴും നിലനിൽക്കുന്നു. എന്നാൽ ഇപ്പോൾ ഒരു ചെറിയ വിഭാഗം ആളുകൾ വളരെ തീവ്രമായും വളരെ സ്വാർത്ഥപരമായും നമ്മുടെ പൊതുവിഷയങ്ങളെ കാണുന്നതിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതയാണ്. ഭാരതത്തിലെ ക്രൈസ്തവ സഭ ഈ ദേശത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയാണ് എല്ലാ കാലത്തും നിലകൊണ്ടിട്ടുള്ളത്, ഇന്ന് നിലകൊള്ളുന്നത്. ഇവിടുത്തെ ക്രൈസ്തവ ജനത എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണത്തോടുകൂടി ഈ രാജ്യത്തേക്ക് വന്ന ഒരു ശക്തിയല്ല. യേശുക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യൻ തന്നെ ഈ മണ്ണിൽ വന്ന്, അതായത് ക്രിസ്തുമതം യൂറോപ്പിൽ രൂപപ്പെടുന്നതിന് മുൻപ് രൂപപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മുടെ ഭാരതം. അപ്പോൾ ഇത്രയും വളരെ പുരാതനമായ ഒരു ക്രൈസ്തവ സമൂഹം ഈ ഭാരതത്തിൻ്റെ അടിസ്ഥാന ക്രൈസ്തവ സമൂഹമായി തന്നെ നിൽക്കുമ്പോൾ ഒരു വിദേശീയ ചിന്തയും ആരോപിക്കുന്നതും ഒരു ജനതയുടെ മേൽ വീഴ്ത്തുന്ന ഒരു നിഴലാണ്. നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ ഈ കാര്യത്തെ കാണുമ്പോൾ നമ്മൾ വേറൊരു രാജ്യത്തു നിന്ന് വന്നവരല്ല, നമ്മുടെ ഈ രാജ്യത്തിൻ്റെ സ്വന്തമാണ് എന്നും അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. അതിൽ യാതൊരു സംശയവും നമുക്കില്ല, മറ്റാർക്കും ഉണ്ടാകേണ്ട ആവശ്യവുമില്ല. അപ്പോൾ ഇതൊരു സ്വതന്ത്ര ഭാരതത്തിൻ്റെ മതേതര സംസ്കാരത്തിൻ്റെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു സംസ്കൃതിയുടെ ഒരു നന്മയായിട്ടാണ് ഇതിനെ കാണുന്നത്. നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായി ന്യൂനപക്ഷ സംരക്ഷണം രേഖാമൂലമാക്കി ലഭിച്ചത് ക്രിസ്തീയ വിഭാഗത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടല്ല, മുസ്ലിം വിഭാഗത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടല്ല, ഒരു വിഭാഗത്തിൻ്റെയും സമ്മർദ്ദം കൊണ്ടല്ല. ഇവിടെ ജീവിച്ച മഹാനുഭാവന്മാരായ നമ്മുടെ ഭരണഘടനാ പിതാക്കന്മാരുടെ ഭാരതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൻ്റെ രേഖാമൂലമായ അവതരണമാണ്. അവർക്കൊക്കെ തോന്നിയ ഒരു ദർശനം, അവർക്ക് ലഭിച്ച ഒരു മാനുഷികമായ കാഴ്ചപ്പാട്, ജനസംഖ്യാപരമായി ഒരു വോട്ടെടുത്താൽ ഏറ്റവും കുറച്ച് ആളുകളുള്ള വിഭാഗങ്ങൾ, അവർക്ക് സ്വാഭാവികമായി ലഭിക്കേണ്ടുന്ന നന്മ, ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ വോട്ടാണ് ജനസംഖ്യയിലെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സംരക്ഷണം ഭരണഘടനയിൽ ഉൾച്ചേർത്തത് അവരുടെ സംസ്കാരത്തിൻ്റെ വലിയ ഒരു നിദർശനം, അടയാളം.
ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടേതല്ല എന്ന് കരുതുന്ന മതവിഭാഗങ്ങളിലെ ആളുകളെ കണ്ടതെന്ന് ലോകത്തോട് പറഞ്ഞത് അങ്ങനെയാണ്. ഇന്നും അങ്ങനെയാണ് ഭാരതം ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പറയാൻ ശ്രമിക്കുന്നത്. ആ പറയാൻ ശ്രമിക്കുന്നതിന് തടസ്സപ്പെടുത്തുന്ന ചില ചെറിയ അപകട സൂചനകളാണ് ഞാൻ സൂചിപ്പിച്ചത്. ഒരു വലിയ സമ്മർദ്ദം ഇങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നതായി ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അനുഭവപ്പെടുന്നു. അനുഭവപ്പെടുന്നുവെന്ന് പറയുന്നത് അപരാധമായി ചിത്രീകരിക്കാതെ അങ്ങനെ അനുഭവപ്പെടുന്നതിനെക്കുറിച്ച് പഠിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കഴിയണം. ഇങ്ങനെയുള്ളപ്പോൾ ഒരുമിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയാണ് ഈ നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിൽ. ദൗർഭാഗ്യവശാൽ ഏതാനും വർഷങ്ങളായി ഇതിൻ്റെ യോഗങ്ങൾ പോലും നടക്കാറില്ല. ഞാനതിലൊരു അംഗമാണെന്ന് സൂചിപ്പിച്ചല്ലോ. എന്നാൽ ഇതേക്കുറിച്ച് ഗൗരവമായി എത്ര അതിന് വില കൊടുക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമായി കാണുന്നു. ഭാരതമായി നിലനിൽക്കുന്നത് ഭാരതീയർ ഒന്നായി ജീവിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഭൂപ്രകൃതിയെക്കുറിച്ച് മാത്രമല്ല, ഒരു ജനതയെക്കുറിച്ചാണ്. ഈ ജനത ലോകത്തിന് നൽകുന്ന അനിതര സാധാരണമായ ഒരു പാഠമുണ്ട്. വൈരുദ്ധ്യമല്ല, വൈവിധ്യം ഐക്യം തന്നെയാണ്. നമുക്ക് ഒരുമയുള്ളവരായിട്ട് ജീവിക്കാൻ കഴിയും. നാം വ്യത്യസ്തരായി കാണപ്പെടുന്നു എങ്കിലും, അതായത് നമ്മളുടെ എക്സ്റ്റേണൽ, നമ്മളുടെ ജീവിതക്രമങ്ങളിലെ വ്യത്യാസമുണ്ടെങ്കിലും നാം ആന്തരികമായി ഒരു ജനതയാണ്, ഒരു രാഷ്ട്രമാണ്. പിതാവ്, ഇന്ന് നമ്മുടെ കാർഷിക മേഖല ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് ഏത് കൃഷിയാണെങ്കിലും, ഇപ്പം റബ്ബർ കൃഷി ആയിക്കോട്ടെ, നെൽകൃഷി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മത്സ്യബന്ധന മേഖല ആയിക്കോട്ടെ, എല്ലാം ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വലിയ ഒരു പോളിസി ലെവലിലുള്ള വലിയൊരു സപ്പോർട്ട് കൃഷിക്കാർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതും ഒരു വാസ്തവമാണ്. അപ്പം ഈ ഒരു പ്രശ്നത്തെ ഒന്നെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനോ അല്ലെങ്കിൽ ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിലോ ഒക്കെ സഭയ്ക്ക് ഏത് തരത്തിലുള്ള ഒരു നേതൃത്വം കൊടുക്കാനായിട്ട് സാധിക്കും? ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അപജയം എന്ന് പറയുന്നത്, ഈ കാർഷിക വിളകളുടെ വില ഇടിയുന്നു എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ദുഃഖിപ്പിക്കുന്ന ഒരു ഘടകമാണ്. റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കുന്ന ആൾ അവർക്ക് ഇഷ്ടപ്പെട്ട മെനു കണ്ടുപിടിച്ച് ഓർഡർ ചെയ്യുന്നു. അവിടെ സപ്ലൈ ചെയ്യുന്ന ആൾ അവിടെ ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നു, ബില്ല് പേ ചെയ്യുന്നു, തിരിച്ചു പോകുന്നു. ഏതാണ്ട് ഈ ഒരു അവസ്ഥയിൽ ഒരു ഫാസ്റ്റ് ഫുഡ് കൾച്ചർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതായത് ഇതെവിടെ നിന്ന് വരുന്നു, ഇതാര് ഉൽപ്പാദിപ്പിക്കുന്നു, ഇതെങ്ങനെയാണ് ഇതിൻ്റെ പ്രോഡക്റ്റ് നമ്മുടെ അവിടെ വരിക, ഇതൊന്നും എൻ്റെ വിഷയമല്ല എന്ന് ചിന്തിക്കുന്നവരാണല്ലോ മഹാഭൂരിപക്ഷവും. ഇവിടെ കൃഷിയെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഒരു പുനരവലോകനം, വ്യാവസായിക വിപ്ലവത്തിലേക്ക് നീങ്ങുന്ന ഒരു ലോകം, ഇനി അതും കഴിഞ്ഞ് ഒരു ഇൻഫർമേഷൻ ടെക്നോളജിയിലൂടെ അടുത്ത കാലഘട്ടത്തിലേക്ക് പോകുന്ന ഒരു കാലം. പക്ഷെ ഇതിനെയൊക്കെ സസ്റ്റെയിൻ ചെയ്യുന്ന അടിസ്ഥാനപരമായ ചില ഘടകങ്ങളുണ്ട്. നെല്ല് ഉൽപ്പാദിപ്പിക്കാതെ ഇവിടെ അരി ആഹാരം കഴിക്കാൻ സാധിക്കില്ല. ഇനി ഇവിടുത്തെ കാർഷിക മേഖലയിൽ പ്രത്യേകിച്ച് നമ്മളുടെ ഒരു പുതിയ ഒരു മനസ്സ് മാറിയുള്ള ചിന്ത തുടക്കമായിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ, ഭക്ഷ്യപദാർത്ഥങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ പച്ചക്കറി, ഇങ്ങനെയുള്ളത് നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ കൃഷി ചെയ്യണം. അതായത് കൃഷിയെക്കുറിച്ചുള്ള ഒരു ചിന്ത അടിസ്ഥാനപരമായി അത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് എന്ന ഒരു ബോധ്യം കുഞ്ഞുനാൾ മുതലേ കുട്ടികൾക്ക് കൊടുക്കണം. കൃഷി ചെയ്യുന്നത് അഭിമാനമാണ് എന്ന ഒരു വസ്തുത നമ്മൾ കൂടുതൽ ആർജിക്കേണ്ടതാണ്. കൃഷിക്കാരന് കൃഷി മുൻപോട്ട് കൊണ്ടുപോകാനാകാത്തമുള്ള സാമ്പത്തിക ബാധ്യത, ഇതിന് തീർച്ചയായും കാലാകാലങ്ങളിൽ അനേകം മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സഭയുടെ
പ്രത്യേകമായിട്ടുള്ള ഒരു പ്രോത്സാഹനം ഈ വിഷയങ്ങളിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന്, ഏത് സംസ്ഥാന ഗവൺമെൻറ് ആയാലും കേന്ദ്ര ഗവൺമെൻറ് ആയാലും അവരുടെ ഭാഗത്തു നിന്ന് കുറെ കൂടി കാര്യക്ഷമമായ ഒരു സമീപനം ഉണ്ടാകാതെ കാർഷിക മേഖലയെ അഭിവൃദ്ധിപ്പെടുത്താനാവില്ല. അത്യാവശ്യ സർവീസുകൾ നഷ്ടമാണെങ്കിലും ഓടിക്കുന്നത് എങ്ങനെയാണ്? അതൊരു സർവീസ് സെക്ടറായി കാണുന്നത് കൊണ്ടാണ്. ഇപ്പോൾ KSRTC പോലെയുള്ള പ്രസ്ഥാനങ്ങൾ നഷ്ടമാണെന്ന് ഓരോ പ്രാവശ്യവും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ പ്രസ്ഥാനം ഗവൺമെൻറ് ഒരു സർവീസ് സെക്ടർ എന്നതുപോലെ പരിഗണിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അതിന് ബാധ്യതകളുണ്ടെങ്കിലും അതിന് പരിഗണിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് പൊതുമേഖലയിൽ നമുക്ക് ആവശ്യമായ ഒരു സർവീസ് സെക്ടറായി കാർഷിക മേഖലയെ കാണുകയും കാർഷിക വിളകൾക്ക് അതിനനുസൃതമായിട്ടുള്ള വില പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ കർഷകർക്ക് ഇത് മുൻപോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വലിയ അന്തരീക്ഷം ലഭ്യമാകും. അന്താരാഷ്ട്ര കരാറുകളൊക്കെ ഒപ്പിടുമ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് ബോധവാന്മാരും ബോധവതികളുമായി നമ്മുടെ ഈ മേഖലയിലെ ഭരണകർത്താക്കൾ പെരുമാറേണ്ടതുണ്ട്. ശാസ്ത്രീയമായ പഠനം ആവശ്യമുണ്ട്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, കാർഷിക മേഖല തകർന്നാൽ സമ്പദ് വ്യവസ്ഥയെ മാത്രമല്ല ജീവിത വ്യവസ്ഥയെ തന്നെ അത് തകർക്കുന്നതായിരിക്കും. അതുകൊണ്ട് ശാസ്ത്രീയമായും സാംസ്കാരികമായി പോലും നമ്മൾ ഗൗരവമായി സഭയും പൊതുസമൂഹവും സർക്കാരുകളും ഒക്കെ ഈ കാർഷിക മേഖലയുടെ വളർച്ചയെ എങ്ങനെ കാണാം എന്ന് പഠിക്കുകയും ഒരുമിച്ച് മുൻപോട്ട് ഇതിൻ്റെ ആലോചനയിൽ പോവുകയും ചെയ്യേണ്ടതാണ്. സഭയുടെ ഭാഗത്തുനിന്ന് ക്രിയാത്മകമായിട്ടുള്ള പ്രോത്സാഹനം തീർച്ചയായും ഇക്കാര്യത്തിൽ ഉണ്ട്. അത് കൂടുതൽ വിഷയങ്ങളിലേക്ക് വ്യാപിപ്പിക്കേണ്ടതായ ഒരു ഉത്തരവാദിത്വവും സഭയ്ക്കുണ്ട് എന്നത് ഞാൻ ഓർക്കുന്നു. പിതാവ് വിവിധ ഉത്തരവാദിത്തങ്ങൾ ഒരേ സമയം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണല്ലോ. വിവിധ പൊസിഷൻസിൽ ഇരിക്കുന്നു. KCBCയുടെ അധ്യക്ഷൻ, അതുപോലെ തന്നെ ഭാരത കത്തോലിക്ക സഭയുടെ മെത്രാൻ സമിതിയുടെ അധ്യക്ഷൻ, കർദിനാൾ, അതുപോലെ മലങ്കര കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ്. എങ്ങനെയാണ് പിതാവ് സമയത്തെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? നമ്മൾ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൽ ടൈം മാനേജ്മെൻറ്റ് പറയുമല്ലോ, എങ്ങനെ ഇത്തരം സമയത്തെ വളരെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നു? എല്ലാ മനുഷ്യരും അങ്ങനെയാണല്ലോ ജീവിക്കുന്നത്. എല്ലാ മനുഷ്യരെയും ദൈവം ഓരോരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടില്ലേ, പല ഉത്തരവാദിത്തങ്ങളില്ലേ. ഞാനതിനെ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അതിൻ്റെ എന്നെക്കൊണ്ടാകുന്ന ഒരു സമയം മാനേജ്മെൻ്റ് അനുസരിച്ച് കൈകാര്യം ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതെല്ലായ്പ്പോഴും അത് ഒരു സംതൃപ്തിയോടുകൂടി എല്ലാവർക്കും കൊടുക്കാൻ കഴിയുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് ചെയ്യാനുള്ള ഒരു ശ്രമമാണ്. പക്ഷെ ഒരു കാര്യം സംതൃപ്തിയോടുകൂടി പറയാൻ കഴിയും, ഏർപ്പെടുന്ന മേഖലകളിലൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ നടത്തിപ്പ് ഞാൻ അനുഭവിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള ഒരു സംരക്ഷണം ലഭിക്കുന്നു എന്നുള്ളത് ഞാൻ സന്തോഷത്തോടു കൂടി അത് ഓർക്കുകയാണ്. ഞാൻ ഒരു യാത്രാമധ്യേ ഹോളണ്ടിൽ പോകുമ്പോൾ അവിടെ വെച്ചതുപോലെ ഒരു ക്രാഷ് ലാൻഡിങ് വരികയും അപ്പോൾ എല്ലാവരും അസ്വസ്ഥരായി. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന ഒരു മധ്യവയസ്കയായ സ്ത്രീ ചോദിച്ചു, ആർ യു നോട്ട് നെർവസ്, വി ആർ ഗോയിങ് ടു മേക്ക് എ ക്രാഷ് ലാൻഡിങ്. അപ്പോൾ ഞാൻ ജപമാല എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, വാട്ട് എൽസ് വി ക്യാൻ ഡു, ഇറ്റ്സ് ടോട്ടലി ഔട്ട് ഓഫ് അവർ കൺട്രോൾ. ഓ, യു ആർ റിസൈറ്റിംഗ് ദ റോസറി. പറഞ്ഞു യെസ്. എന്താ ഒരു ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലായില്ല. ബഹുമാനത്തോടു കൂടിയാണോ അല്ലാതാണോ അറിഞ്ഞുകൂടാ. മാതാവിൻ്റെ ഒരു സംരക്ഷണം ഞാൻ പ്രത്യേകമായി എല്ലാ സന്ദർഭങ്ങളിലും ഇതുപോലെ ഓർക്കാൻ കഴിയുന്നത് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത്. വ്യക്തിപരമായി ടൈം മാനേജ്മെൻറ്റിൽ എനിക്ക് വേണ്ടിയുള്ള സമയം ഞാൻ കരുതി വയ്ക്കാറില്ല. എൻ്റെ സമയം
ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകൾക്ക് വേണ്ടി ഉള്ളതും ദൈവത്തിന് കൊടുക്കാനുള്ളതുമാണ് എന്നൊരു ബോധ്യം എന്നെ സന്തോഷത്തോടു കൂടി നയിക്കുന്നു. അതേക്കുറിച്ച് ഞാൻ ഒരിക്കലും ഒരു ആകുലത അനുഭവപ്പെടുന്ന ആളല്ല. എനിക്ക് സമയം കിട്ടുന്നില്ലല്ലോ വ്യക്തിപരമായി എന്നതിനെക്കുറിച്ച് എനിക്ക് ആകുലതയില്ല. ഇനിയും സഭ എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾക്ക് കൂടുതൽ സമയവും ആരോഗ്യവും തന്ന് സഹായിക്കണം എന്നുള്ളത് അനേകരുടെ പ്രാർത്ഥനയായതുകൊണ്ട് അതങ്ങനെ സന്തോഷത്തോടു കൂടി തന്നെ പോകുന്നു. അതാണ് ഇതിനെ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന വലിയ ഒരു ചൈതന്യം, ഒരു ശക്തി ഘടകം എന്ന് ഞാൻ കരുതുന്നു. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിനം, പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ഓരോ ഭാരതീയനെ സംബന്ധിച്ചും ദൈവാനുഗ്രഹത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും നിമിഷങ്ങളാണ്. പരിശുദ്ധ അമ്മയുടെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഈ വലിയ പെരുന്നാൾ ദിവസം നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ നേരുന്നു. പരിശുദ്ധ അമ്മയുടെ വിലയേറിയ മാധ്യസ്ഥം, രണ്ടാം സ്വർഗമായ തമ്പുരാനെ പെറ്റ അമ്മയുടെ വലിയ മാധ്യസ്ഥം അനുഗ്രഹം ശാലോമിൻ്റെ എല്ലാ മാന്യ ശുശ്രൂഷകരെയും പ്രേക്ഷിതരെയും പ്രചാരകരെയും സ്നേഹിതരെയും നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മഹത്തായ രാജ്യം ഭാരതം സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ദിനം കൂടി, ഒരു വാർഷികം കൂടി ആഘോഷിക്കുക. ഇതുപോലെ കെൽപ്പുള്ള, ഇതുപോലെ സംസ്കൃതിയിൽ അനന്യതയുള്ള ഒരു രാജ്യത്ത് ജനിക്കാൻ സാധിച്ചത് നമുക്ക് ഭാഗ്യമായിട്ട് കരുതാം. മാനുഷിക മൂല്യങ്ങൾ ബഹുമാനത്തോടെ കരുതുന്ന ഒരു ഭരണഘടന ജീവിച്ചു കാട്ടുന്ന ഒരു സമൂഹമായി കൂടുതൽ വളരുന്നതിന് ദൈവാനുഗ്രഹം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ജനതയോടും ചേർന്ന്, എല്ലാ മനുഷ്യ സമൂഹങ്ങളോടും ചേർന്ന് ലോകത്തിന് ഒരു പാഠമാകുന്നതിന് നമുക്ക് ഒരു രാജ്യമായി ഒരേ മനസ്സോടുകൂടി, ഒരേ പ്രവർത്തന ശൈലിയോടുകൂടി രാഷ്ട്രത്തിൻ്റെ നിർമ്മിതിയിൽ പങ്കുചേർന്ന് നമുക്ക് മുന്നേറാം. ദൈവം നമ്മുടെ രാജ്യത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും സ്വാതന്ത്ര്യദിനത്തിൻ്റെ എല്ലാ ആശംസകളും സന്തോഷപൂർവ്വം ഞാൻ നേർന്നുകൊള്ളുന്നു. ഷാലോം ടി വി പ്രേക്ഷകർക്ക് വേണ്ടി പിതാവിന് എല്ലാ പ്രാർത്ഥനകളും ആശംസകളും അറിയിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി വിലയേറിയ സമയം മാറ്റിവെച്ചതിന് നന്ദി.